ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഏകദേശം എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ റിവിഷനിലേക്ക് കടക്കുകയാണ്. പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതോ പഠിപ്പിച്ചു കഴിഞ്ഞതേ ഉള്ളൂ? എന്ത് തോന്നുന്നു? ഏകദേശം പഠിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണോ എന്നാണ് അങ്ങനെ വിശ്വസിക്കാനാണ് മാഡത്തിന് ഇഷ്ടം കേട്ടോ. നിങ്ങൾ പഠിച്ചില്ല എന്ന് വിശ്വസിക്കാൻ മാഡത്തിന് ഇഷ്ടമല്ല. മാഡം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് മാഡത്തിന് ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നമ്മളെങ്ങനെ നമ്മളായി എന്ന ആ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളെങ്ങനെ നമ്മളായി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിച്ചതാണ് അല്ലേ? എന്താണ് ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളാണ്. നോക്കിക്കേ, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വാക്കാണ് നവോത്ഥാനം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറാല കെട്ടിയ സാമൂഹിക അന്തരീക്ഷമായിരുന്നു പണ്ടുള്ള കാലത്ത്. എങ്ങനെയാണ് നമ്മളുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്താണ് ആ ഒരു മാറാല കെട്ടിയ സാമൂഹിക അന്തരീക്ഷമായിരുന്നു പണ്ട്. എന്താണ് ആ ജാതീയമായ വേർതിരിവുകളും ഉച്ചനീചത്വങ്ങളും കേരളത്തെ പ്രാകാരമാക്കി മാറ്റിയിരിക്കുന്നു. പൊതുവഴികളിലൂടെ നടക്കുവാനും പൊതുകിണറുകളിൽ നിന്നും വെള്ളം കുടിക്കുവാനും പൊതുവിടങ്ങളിൽ ഇരിക്കുവാനും ഒന്നിച്ചിരുന്ന് പഠിക്കുവാനും ഭക്ഷിക്കുവാനും കഴിയാതിരുന്ന ഒരു കഠിന കാലം നമുക്കുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ അവസ്ഥ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. എന്താണ് ആ പെരുവഴിയിലൂടെ നടക്കാനും പൊതുകിണറുകളിൽ നിന്നും വെള്ളം കുടിക്കുവാനും പൊതുവിടങ്ങളിൽ ഇരിക്കാനുമൊന്നും ഒന്നിച്ചിരുന്ന് പഠിക്കുവാനും ഭക്ഷണം കഴിക്കാനുമില്ല ഒരു അങ്ങനെ ഒന്നും കഴിയാതിരുന്ന ഒരു കാലഘട്ടം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മൾക്കെല്ലാം നമ്മളുടെ മുൻ തലമുറകൾക്ക് ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും മനുഷ്യനെ മാറ്റി നിർത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്താണ് ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും എന്താണ് മനുഷ്യനെ മാറ്റി നിർത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. അതിനെയെല്ലാം നാം എങ്ങനെ അതിജീവിച്ചു എന്നതാണ് ഈ പാഠം നമ്മോട് പറയുന്നത്. ഇന്ന് നാം കാണുന്ന ആ കേരളത്തെ പുനർനിർമ്മിച്ച നൂറുകണക്കിന് ആളുകളിൽ പ്രമുഖർ ആരൊക്കെയാകും? അവരെന്തൊക്കെയായിരിക്കും ചെയ്തിരിക്കുന്നത്? ഈ പാഠഭാഗത്ത് കുട്ടികൾ തിരിച്ചറിയുന്ന ചില സത്യങ്ങളുണ്ട്. ഇവിടെ പറയുന്ന വ്യക്തികളുടെയും സംഘടനകളുടെയും സംഭാവനകൾ പലതും സമാഹരിച്ച് കുട്ടികളെ നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. നോക്കിയേ, നമുക്കിങ്ങനെ നമ്മളെങ്ങനെ നമ്മളായി കണ്ടോ. ഇന്ന് കേരളം കൈവരിച്ചിട്ടുള്ള സാമൂഹികവും സാംസ്കാരികവുമായ നേട്ടങ്ങൾക്ക് പിന്നിൽ ത്യാഗനിർഭരമായ ധാരാളം സഹനങ്ങളുണ്ട്. ഒട്ടേറെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇവിടെ നിലനിന്നിരുന്നു. മനുഷ്യനോട് കാണിച്ച കൊടിയ ക്രൂരതകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത്തരം കഠിനകാലങ്ങളെ അതിജീവിച്ച് നമ്മളെങ്ങനെ നമ്മളായെന്ന് പറയുകയാണ് ഈ ഒരു പാഠഭാഗം. എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂര മനസ്സിപ്പോയി ഭാരതമാതാവേ നിൻവയത്തിൽ. നമ്മുടെ കുമാരനാശാന്റെ ദുരവസ്ഥയുള്ള വരികളാണ് കൊടുത്തിരിക്കുന്നത്. എത്ര പെരുമാക്കൾ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂന മനസ്സിപ്പോയി ഭാരതമാതാവേ നിൻവയത്തിൽ. ഓക്കെ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടെല്ലാ ജാതി കോമരങ്ങൾ. നോക്കിയേ, 20-ാം നൂറ്റാണ്ടിലെ ആദ്യ ശതകത്തിൽ മഹാകവി കുമാരനാശാൻ വരച്ചിട്ട കേരളത്തിലെ നേർചിത്രമാണിത്. ജാതീയമായ വേർതിരിവുകളും വർണ്ണാധിഷ്ഠിതമായ ഉച്ചനീചിത്വങ്ങളും മനുഷ്യരെ തമ്മിൽ അകറ്റി നിർത്തുന്ന ദുഷിച്ച സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അക്കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്നത്. തീണ്ടലും തൊടിയിലും തൊട്ടുകൂടായ്മയും ഒക്കെ മനുഷ്യജീവിതത്തെ ദുസ്സഹമാക്കിയ കാലം. അവർണർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുവാനോ പൊതു ഇടങ്ങളിൽ എത്തപ്പെടുവാനോ അനുവാദമില്ലാതിരുന്ന കെട്ടകാലം. ലിംഗവിവേചനവും സാമൂഹിക അസമത്വവും ശക്തമായിരുന്ന അക്കാലത്ത് അവർണരായ ജനസമൂഹം അനുഭവിച്ച അവഗണനയ്ക്ക് അതിലുണ്ടായിരുന്നില്ല. ഇന്നും നാം നേടിയ
സാമൂഹിക സമത്വവും നിരപേക്ഷ ജീവിതവും വലിയ സമരങ്ങളുടെയും ജനമുന്നേറ്റങ്ങളിലൂടെയും നേടിയെടുത്തിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും പൊതുജീവിത നിലവാരത്തിലും നാം ലോകത്തിന് തന്നെ മാതൃകയാണ്. ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ നമുക്ക് നമ്മുടെ മുമ്പേ പോയ ഒട്ടേറെ പേരുടെ സഹന സമര ചരിത്രങ്ങളുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ക്രിസ്ത്യൻ മിഷണറിമാർ, എഴുത്തുകാർ, രാഷ്ട്രീയ നേതാക്കൾ, കലാകാരന്മാർ ഇവരുടെയൊക്കെ ശൈക്ഷണികവും സാംസ്കാരികവുമായ പിന്തുണ ജാത്യാധിഷ്ഠിത വ്യവസ്ഥിതിക്കെതിരെയുള്ള ആശയ രൂപവത്കരണത്തിന് കാരണമായി. അപ്പോഴെന്തൊക്കെയാണ് നമ്മൾക്ക് ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ക്രിസ്ത്യൻ മിഷണറിമാർ, എഴുത്തുകാർ, രാഷ്ട്രീയ നേതാക്കൾ, കലാകാരന്മാർ ഇവരെല്ലാം ഇവരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് നമ്മളുടെ ആ ഒരു ജാത്യാധിഷ്ഠിത വ്യവസ്ഥിതിക്കെതിരെയുള്ള ആശയ രൂപവത്കരണത്തിന് കാരണമായി തീർന്നത്. സമൂഹത്തിന് എക്കാലത്തും വിപത്തായി നിലകൊണ്ട ചില സാമൂഹിക അനാചാരങ്ങളെ നാം പിഴുതെറിയുന്നു. എന്തൊക്കെയാണ്? സതി, ശൈശവ വിവാഹം, തീണ്ടായി, താലികെട്ട് കല്യാണം ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകളും അന്ധവിശ്വാസങ്ങളെയും നാം ഇല്ലാതെയാക്കി. മനുഷ്യൻ വ്യാപരിക്കുന്ന സർവ്വമേഖലകളിൽ പുതിയ ഉണർവുണ്ടായി. പുതിയ ചിന്താധാരയും പുത്തൻ വെളിച്ചവും നാടെങ്ങും പരന്നു. അപ്പോഴെന്താണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമുഖനായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. നോക്കിയേ, നവോത്ഥാന നായകന്റെ രാജശില്പിയായിരുന്നു ശ്രീനാരായണ ഗുരു. ജാതീയമായ വേർതിരിവുകൾക്കെതിരെ അദ്ദേഹം കർശന നിലപാടെടുത്തു. എല്ലാ മനുഷ്യരുടെയും സമന്മാരായി കാണാൻ കഴിയാതിരുന്നതിൻ്റെ പ്രധാന കാരണം ജാതീയമായ ഉച്ചനീചത്വങ്ങളും അതിനോട് ബന്ധപ്പെട്ട അനാചാരങ്ങളുമായിരുന്നു. എന്നാൽ ജാതി സങ്കല്പത്തെക്കുറിച്ച് ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണ് ശ്രീനാരായണ ഗുരുവിന് ഉണ്ടായിരുന്നത്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വവും ഗോക്കളുടെ ജാതി ഗോത്വവുമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, ഇതായിരുന്നു ആ മനുഷ്യസ്നേഹിയുടെ പ്രഖ്യാതമായ മതം. അപ്പോഴെന്തായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഖ്യാതമായിട്ടുള്ള മതം? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അവർണൻ എന്നിങ്ങനെയുള്ള ജാതികളായി തിരിക്കുന്നതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതുവരെ അവർണ വിഭാഗത്തിലായിരുന്നെന്ന് കരുതിയിരുന്ന പല അവകാശങ്ങളും അദ്ദേഹം അധികാരത്തോടെ ഏറ്റെടുത്തു. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ, കളവങ്കോട് ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠ, തൃശ്ശൂർ കാരമുക്ക്, ചിദംബര ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ തുടങ്ങിയവയും വേറെ ധാരാളം ക്ഷേത്രപ്രതിഷ്ഠകളും അദ്ദേഹം നടത്തുകയുണ്ടായി. ജാതിമേൽക്കോയ്മയെ ചൊടിപ്പിക്കുന്ന പല നൂതന ആശയങ്ങളും അദ്ദേഹം നടപ്പാക്കി. ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണരെ പൂജാരികളാക്കി സവർണാധിപത്യത്തെ വെല്ലുവിളിച്ചു. അപ്പോഴെന്താണ്? ആ ബ്രാഹ്മണർക്ക് മാത്രം അവരുടെ മാത്രം കുലത്തൊഴിലായിട്ട് കൊണ്ടു നടന്ന ക്ഷേത്രപ്രതിഷ്ഠയും എല്ലാം എന്ത് ചെയ്തു? ശ്രീനാരായണ ഗുരു അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. അദ്ദേഹം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകൾ നടത്തി കഴിഞ്ഞു. കണ്ടോ? അദ്ദേഹം ആ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര പ്രതിഷ്ഠ അദ്ദേഹം നടത്തുകയും ആ ക്ഷേത്രങ്ങളിൽ അവർണരായിട്ടുള്ള ആളുകളെ പൂജാരിമാരാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സവർണ ആധിപത്യത്തെ വെല്ലുവിളിച്ച പ്രമുഖരിൽ ആരായിരുന്നു? ഒരു രാജശില്പിയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. അതുപോലെ നോക്കിയ അയ്യങ്കാളി കേരള സമൂഹത്തിൽ ആഴത്തിൽ വേരാഴ്ത്തിയിരുന്ന അയിത്തത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത നിഷേധീയനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളി എന്തായിരുന്നു ചെയ്തത്? ആഴത്തിൽ വേരാഴത്തിലായിരുന്നതിനെ അയിത്തത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത അനുഷേധനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആര്? അയ്യങ്കാളി. ചുറ്റും നടമാടിയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അധസ്ഥിതരുടെ ഇടയിൽ നിന്നും ആദ്യം ഉയർന്ന സ്വരം അയ്യങ്കാളിയുടേതാണ്. സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ടായ എതിർപ്പുകൾ അവഗണിച്ചാണ് കിരാതമായ വ്യവസ്ഥിതിക്കെതിരെ അദ്ദേഹം പോരാടാൻ ഇറങ്ങിയത്. തിരുവിതാംകൂർ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു. കീഴാള വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രയത്നിച്ച അദ്ദേഹം കാളവണ്ടിയിൽ യാത്ര ചെയ്ത് സഞ്ചാര സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിച്ചു. അപ്പോഴെന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സ്വയം ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്തിട്ട് ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം അദ്ദേഹം നേടിയെടുത്തു. നോക്കിയേ,
തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു. കണ്ടോ, തങ്ങളുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ സവർണരുടെ പാടത്ത് പണിയെടുക്കുവാൻ തങ്ങളെ കിട്ടില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് വലിയ കോളിളക്കത്തിന് കാരണമായി. കീഴാളത്തിന്റെ പ്രതീകമായിരുന്ന കല്ലുമാലയും ഇരുമ്പുമാലയും പൊട്ടിച്ചെറിയുവാൻ സ്ത്രീകളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. എന്താണ്, തങ്ങളുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ സവർണരുടെ പാടത്ത് പണിയെടുക്കുവാൻ തങ്ങളെ കിട്ടില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് വലിയ കോളിളക്കത്തിന് കാരണമായി. കീഴാളത്തിന്റെ പ്രതീകമായിരുന്ന കല്ലുമാലയും ഇരുമ്പുമാലയും പൊട്ടിച്ചെറിയുവാൻ സ്ത്രീകളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അടുത്ത മഹത് വ്യക്തി ആരാ നോക്കിയേ? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒട്ടും തന്നെ പിന്നിലല്ലാത്ത സ്ഥാനമാണ് ചട്ടമ്പി സ്വാമികൾക്കുള്ളത്. നായർ സാമുദായിക പരിഷ്കർത്താവായിരുന്ന ചട്ടമ്പി സ്വാമികൾ ബ്രാഹ്മണർക്ക് സർവപ്രാമാണ്യം കൽപ്പിക്കുന്ന സമകാലിക സാമൂഹിക വ്യവസ്ഥയെ ശക്തമായി എതിർത്ത് ജാതി വ്യത്യാസത്തിന്റെ നിരർത്ഥകതയെപ്പറ്റി അദ്ദേഹം സ്വസമുദായത്തിൽ തന്നെ പ്രചരണം നടത്തി. ജാതി വ്യത്യാസം അദ്വൈത സിദ്ധാന്തത്തിന് ചേർന്നതല്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു. നായർ സമുദായത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക പ്രബുദ്ധത മറ്റ് അബ്രാഹ്മണ വിഭാഗങ്ങൾക്ക് ഉത്തേജനം പകരുമെന്ന് ചട്ടമ്പി സ്വാമികൾ വിശ്വസിച്ചു. സാമൂഹിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായി സഹകരിക്കുകയും ചെയ്തിരുന്നു. അബ്രാഹ്മണന്റെ ജ്ഞാനതൃഷ്ണയെ ഉണർത്തുവാനും അവന്റെ അവകാശങ്ങളെ സംരക്ഷിക്കുവാനും അവനവതരണത്തിന് ശ്രമിച്ച സന്യാസി വര്യനായിരുന്നു അദ്ദേഹം. വർണ്ണാശ്രമധർമ്മങ്ങളെ എതിർക്കുകയും മനുഷ്യഭാഗത്തിന്റെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു ആ കർമ്മയോഗി. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ കാര്യം അറിയാലോ. എന്താണ് ആ ഒരു നായർ സമുദായ പരിഷ്കർത്താവായിരുന്ന ചട്ടമ്പി സ്വാമികൾ. എന്താണ് ആ ബ്രാഹ്മണർക്ക് സർവപ്രാമാണ്യം കൽപ്പിച്ചിരുന്ന സമകാലിക സാമൂഹിക വ്യവസ്ഥയെ ശക്തമായിട്ട് എതിർത്ത ജാതി വ്യത്യാസത്തിന്റെ നിരർത്ഥകതയെപ്പറ്റി അദ്ദേഹം സമുദായത്തിൽ തന്നെ പ്രചാരണം നടത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. നോക്കിയേ, ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. കേരള നവോത്ഥാന ചരിത്രത്തിൽ അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ചവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പുരോഹിത വൃത്തിയോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന ചവറയച്ചൻ വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ നൽകിയ ക്രാന്തദർശിയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിനൊപ്പം അചഞ്ചലനായി നിലകൊണ്ട് അദ്ദേഹം അവർക്കായി പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. പള്ളിക്കൂടങ്ങൾ തുടങ്ങാത്ത പള്ളികൾക്ക് നിലനിൽക്കാനുള്ള അവകാശമില്ലെന്ന് നിലപാടെടുത്തു അദ്ദേഹം. അപ്പോൾ പള്ളികളോടനുബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. കണ്ടോ, പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. നോക്കിയേ, പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ ഉച്ചക്കഞ്ഞി നൽകുവാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു പിടിയേരി സമ്പ്രദായം. ഏതായിരുന്നു? പിടിയേരി സമ്പ്രദായം. ഓരോ നേരവും ഭക്ഷണത്തിനുള്ള അരി അളന്ന് പാത്രത്തിലിടുമ്പോൾ ഒരു പിടി അരി മറ്റൊരു പാത്രത്തിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ആഴ്ചയുടെ അവസാനം വീടുകളിൽ നിന്നും ആ അരി ആശ്രമത്തിലെത്തിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹം സ്വീകരിച്ച മാർഗം. ഏതാണ്? പിടിയേരി രീതി. കേരളത്തിലെ ആദ്യത്തെ ആതുരാലയത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു. ആദ്യത്തെ ആതുരാലയം, അതായത് ആശുപത്രിക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹമായിരുന്നു. അടുത്ത നോക്കിക്കേ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ശ്രദ്ധേയനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹം സ്വന്തം സമുദായത്തിന്റെ ഉന്നമനത്തിനായി കഠിന പ്രയത്നം നടത്തി. കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തിലും മൗലവി സാഹിബിന് ഉന്നത സ്ഥാനമാണ് ഉള്ളത്. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്ന പുരോഗതിക്ക് മൗലവി സാഹിബിൻ്റെ പ്രവർത്തനങ്ങൾ പ്രേരണയായിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. മന്നത്ത് പത്മനാഭൻ, ഡോക്ടർ പൽപ്പു, സി കേശവൻ, കെ കേളപ്പൻ, എ കെ ഗോപാലൻ, കെ പി കേശവമേനോൻ, കെ അയ്യപ്പൻ, അക്കമ്മ ചെറിയൻ തുടങ്ങിയ ഒട്ടേറെ പ്രതിഭാശാലികൾ നമ്മുടെ സാമൂഹിക നവീകരണ പ്രക്രിയകളിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയായിരിക്കണം മന്നത്ത് പത്മനാഭൻ, ഡോക്ടർ പൽപ്പു, സി കേശവൻ, കെ കേളപ്പൻ, എ കെ ഗോപാലൻ, കെ പി കേശവമേനോൻ, കെ അയ്യപ്പൻ, അക്കമ്മ ചെറിയൻ തുടങ്ങിയ ഒട്ടേറെ പ്രതിഭകൾ നമ്മുടെ സാമൂഹിക നവീകരണ പ്രക്രിയകളിൽ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അർത്ഥം എഴുതുക. ശ്രദ്ധിച്ചേ,
ദശകം. ദശകം എന്താണ്? 10 വർഷം. 10 വർഷം ചേരുന്നതാണ് എന്ത്? ദശകം, 10 വർഷം. അസമത്വം. അസമത്വം നോക്കിയേ, സമത്വം ഇല്ലായ്മ. അസമത്വം എന്താണ്? സമത്വം ഇല്ലായ്മയാണ് അസമത്വം. പ്രഖ്യാതം, പ്രശസ്തമായത്. ഭാഗധേയത്വം, പങ്കാളിത്വം. ഉച്ചം, ഉയർന്നത്. ഉത്ഥാനം, ഉയർപ്പ്. അനിഷേധ്യം, നിഷേധിക്കാനാവാത്ത. അധമം, നിന്ദ്യം. നീചം, താഴ്ന്ന. നൂതനം, പുതിയ. അഹോരാത്രം, പകലും രാത്രിയും. ക്രാന്തദർശി, കടന്നു കാണുന്നയാളാണ് ക്രാന്തദർശി. അടുത്ത വിപരീത പദം നോക്കിക്കേ. അധമം, ഉത്തമം. ജാതീയം, വിജാതീയം. വ്യവസ്ഥ, അവ്യവസ്ഥ. വർണ്ണം, അവർണം. സ്ഥാനം, അസ്ഥാനം. ആരോഗ്യം, അനാരോഗ്യം. ധർമ്മം, അധർമ്മം. സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം. ചഞ്ചലം, അചഞ്ചലം. അടുത്ത നവം, നാനാർത്ഥമാണ്. നവം പുതിയത്. നവരസങ്ങൾ, നവരത്നം എന്നൊക്കെ പറയത്തില്ലേ, 9. വർണ്ണം, ജാതി, നിറം. നീചം, താഴ്ന്ന, പ്രയോജനമില്ലാത്ത. നീചം. അടുത്ത പിരിച്ചെഴുതാൻ നോക്കിയേ. വർണ്ണാധിഷ്ഠിതം, വർണ്ണാധികം, അധിഷ്ഠിതം. നവോത്ഥാനം, നവാധികം, ഉത്ഥാനം. നൂതനാശയങ്ങൾ, നൂതനാശയം, നൂതനാധികം, ആശയം. അക്കാലം, അക്കാലം എങ്ങനെയാണ് പറയുന്നത്? ആ പ്ലസ് കാലമാണ് അക്കാലം. സവർണാധിപത്യം, സവർണാധികം, ആധിപത്യം. സവർണാധിപത്യം, സവർണാധികം, ആധിപത്യം. സാമൂഹിക ഉന്നമനം, സാമൂഹികാധികം, ഉന്നമനം. സാമൂഹിക അധികം, ഉന്നമനം. എന്താണ് സാമൂഹിക ഉന്നമനം? സാമൂഹിക അധികം ഉന്നമനമാണ് സാമൂഹിക ഉന്നമനം. അടുത്ത നോക്കിയേ, വാക്യത്തിൽ പ്രയോഗിക്കാനുള്ള നോക്കിയേ. ഭാഗധേയത്വം, ഭാഗധേയത്വം. എത്രയോ രാജ്യസ്നേഹികളുടെ സമരഭാഗധേയത്വം മൂലമാണ് നാം സ്വതന്ത്രരായത്. എന്താണ്? എത്രയോ രാജ്യസ്നേഹികളുടെ സമരഭാഗധേയത്വം മൂലമാണ് നാം സ്വതന്ത്രരായത്. കർമ്മയോഗി, ഭാരതം പോലൊരു നാടിനെ ഗാന്ധിജിയെ പോലൊരു കർമ്മയോഗിയെ പ്രസവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എത്രയോ എന്താണ്? അതല്ല, കർമ്മയോഗി എന്താണ്? ഭാരതം പോലുള്ള ഓരോ നാടിനെ ഗാന്ധിജിയെ പോലുള്ള ഒരു കർമ്മയോഗിയെ പ്രസവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? വള്ളത്തോളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഭാരതം പോലുള്ള ഒരു നാടിനെ ഗാന്ധിജിയെ പോലുള്ള ഒരു കർമ്മയോഗിയെ പ്രസവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? വള്ളത്തോളാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യസ്നേഹം, ഏതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ആത്യന്തികമായ പൊരുൾ മനുഷ്യസ്നേഹം തന്നെയാകണം. മനുഷ്യസ്നേഹം എന്താണ്? ഏതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ആത്യന്തികമായ പൊരുൾ എന്താണ്? മനുഷ്യസ്നേഹം തന്നെ ആകണം. അടുത്തത് വ്യവസ്ഥിതി. ചൂഷണത്തിലും അഴിമതിയിലും ആണ്ടുപോയ സാമൂഹിക വ്യവസ്ഥിതിയെ മാറ്റി പണിയുക തന്നെ വേണം. വ്യവസ്ഥിതി എന്താണ്? ചൂഷണത്തിലും അഴിമതിയിലും ആണ്ടുപോയ സാമൂഹിക വ്യവസ്ഥിതിയെ മാറ്റി പണിയുക തന്നെ വേണം. അടുത്ത നോക്കിക്കേ, സഹജീവി. സഹജീവിയോട് കരുണ കാണിക്കാത്ത മനുഷ്യരെ വിശ്വസിക്കുവാൻ കൊള്ളില്ല. എന്താണ്? സഹജീവിയോട് കരുണ കാണിക്കാത്ത മനുഷ്യരെ വിശ്വസിക്കാൻ വേണ്ടി കൊള്ളില്ല. അടുത്ത നോക്കിക്കേ വാക്ക്, വെളിച്ചം പരത്തുക. ജാതീയമായ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹത്തെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം പരത്തി ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞു. എന്താണ് വെളിച്ചം പരത്തുക എന്ന് വെച്ചാൽ? ജാതീയമായ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹത്തെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം പരത്തി ശരിയായ ദിക്കിലേക്ക് നയിക്കാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കിയേ, നമുക്ക് മന്നത്ത് പത്മനാഭനെ പറ്റി നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. എന്താണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അച്ഛൻ
അച്ഛൻ ഈശ്വരൻ നമ്പൂതിരി, അമ്മ പാർവതി. അധ്യാപകനായി സേവനം തുടങ്ങി. പിന്നീട് ആരായി? ഭക്തിയിലായി മാറി. ശേഷം സാമൂഹിക പ്രവർത്തകനായി മാറി. 1915 NSS രൂപീകരിച്ചു. സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പട നയിച്ചു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു വ്യക്തിയാണ് അത് കെ കേളപ്പൻ. നോക്കിയ സാമൂഹിക പരിഷ്കർത്താവ്, പത്രപ്രവർത്തകൻ, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. പിന്നെന്താണ്? കുറുമ്പനാട് താലൂക്കിൽപ്പെട്ട മൂടായിൽ ജനനം. അച്ഛൻ കണാരൻ, അമ്മ കുഞ്ഞമ്മ. വൈക്കം സത്യാഗ്രഹം നയിച്ചു. 6 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ ബഹുജന മുന്നേറ്റങ്ങളിൽ പങ്കാളിയായി. മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്നു. കേരള ഗാന്ധി എന്ന് അറിയപ്പെട്ടു. 1971 ഒക്ടോബർ 6 അദ്ദേഹം അന്തരിച്ചു. ഇനി ശ്രദ്ധിച്ചേ മക്കളെ, ഉത്തരവെഴുതുക. ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിച്ചേ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ. നമുക്ക് ആ ഒരു പാഠഭാഗത്തിന് ആദ്യത്തെ വരുന്ന വരികളുണ്ടല്ലോ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ കണ്ടാലും ദോഷമുള്ളോ, കെട്ടില്ലാത്തോർ, തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ, ഒട്ടെല്ലാം ജാതി കോമരങ്ങൾ. ഈ കവിതാഭാഗത്തിലൂടെ വ്യക്തമാകുന്ന അന്നത്തെ സാമൂഹിക വ്യവസ്ഥയെപ്പറ്റി വിവരിക്കുക. നോക്കിയേ, 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ദുരവസ്ഥ എന്ന കാവ്യത്തിലൂടെ കുമാരനാശാൻ വരച്ചു കാട്ടുന്ന അന്നത്തെ കേരളത്തിന്റെ ചിത്രമാണ് ഈ വരികളിൽ കാണാൻ കഴിയുന്നത്. ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിലുള്ള വേർതിരിവുകളും ഉച്ചനീചത്വങ്ങളും മനുഷ്യരെ തമ്മിൽ അകറ്റി നിർത്തിയ ദുഷിച്ച സാമൂഹിക വ്യവസ്ഥയായിരുന്നു അന്ന് കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത്. തമ്മിൽ തൊടാൻ പാടില്ലാത്തവർ, തീണ്ടാപ്പാട്ട്, അകലെ മാറി സഞ്ചരിക്കേണ്ടവർ, കണ്ടാൽ പോലും ദോഷമുണ്ടെന്ന് കരുതുന്നവർ, പ്രത്യേകമായ പദവിയും പത്രാസും ഒക്കെ ഉള്ളവർ, ഒരു പന്തിയിൽ ഇരുന്ന് ഉണ്ണാത്തവർ, ഇങ്ങനെ ജാതി ചിന്തയുടെ പേരിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ കുറിച്ചാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. അടുത്ത നോക്കിയേ, ആരുടെയൊക്കെ പ്രവർത്തനങ്ങളാണ് പുതിയ ചിന്താധാരകളും പുത്തൻ വെളിച്ചവും നാടകം പരക്കാൻ ഇടയായത്? ജാതിയുടെയും വർണ്ണത്തിന്റെയും പേരിലുള്ള വേർതിരിവുകളും ഉച്ചനീചത്വങ്ങളും നടമാടിയിരുന്ന കേരളീയ സമൂഹം സാമൂഹിക സമത്വവും മതനിരപേക്ഷതയും ആധുനിക സമൂഹമായി മാറിയതിന് പിന്നിൽ ഒട്ടേറെ മഹാത്മാരുടെ സഹന സമരങ്ങളുടെ ചരിത്രമുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ക്രിസ്ത്യൻ മിഷണറിമാർ, എഴുത്തുകാർ, രാഷ്ട്രീയ നേതാക്കൾ, കലാകാരന്മാർ തുടങ്ങിയവരുടെ എല്ലാം പ്രവർത്തനം കൊണ്ടാണ് പുതിയ ചിന്താധാരകളും പുത്തൻ വെളിച്ചവും നാടകവും വരക്കാൻ ഇടയായത്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ചാവറ കുര്യാക്കോസ്, ഏലിയാസ് അച്ഛൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, മന്നത്ത് പത്മനാഭൻ, ഡോക്ടർ പൈപ്പു, സി കേശവൻ, കെ കേളപ്പൻ തുടങ്ങിയവരുടെ എല്ലാം പ്രവർത്തന ഫലമാണ് കേരളത്തിലെ സാമൂഹിക നവീകരണം യാഥാർത്ഥ്യമായത്. അടുത്ത നോക്കിയേ, കേരള സമൂഹത്തിന് വിപത്തായി നിലകൊണ്ട സാമൂഹിക അനാചാരങ്ങൾ ഏതൊക്കെയായിരുന്നു? സമൂഹത്തിന് വിപത്തായി എക്കാലത്തും നിലകൊണ്ട ചില സാമൂഹിക അനാചാരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സതി, ശൈശവ വിവാഹം, തീണ്ടൽ, താലികെട്ടു കല്യാണം തുടങ്ങിയവയൊക്കെയായിരുന്നു വിപത്തായി നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾ. ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? കേരളത്തിൽ നവോത്ഥാന നായകരുടെ രാജശില്പിയായിരുന്നു ശ്രീനാരായണ ഗുരു. ജാതീയമായ വേർതിരിവുകൾക്കൊക്കെ എതിരെ കർശനമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ പല ജാതികളായി തിരിക്കുന്നത് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുവരെ അവർണ വിഭാഗങ്ങൾക്കില്ലെന്ന് കരുതിയിരുന്ന പല അവകാശങ്ങളും അദ്ദേഹം അധികാരത്തോടെ ഏറ്റെടുത്തു. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ, കളവങ്കോട് ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠ, തൃശൂർ കാരമുക്ക് ശ്രീ ചിദംബരം ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ മുതലായവയ്ക്ക് പുറമെ മറ്റു പല ക്ഷേത്രങ്ങളിലും ക്ഷേത്രപ്രതിഷ്ഠകളും ശ്രീനാരായണ ഗുരു നടത്തി. ജാതിമേൽ കോയ്മയെ പ്രകോപിപ്പിക്കുന്ന പല നൂതന ആശയങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. കൂടാതെ താൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണരെ പൂജാരികളാക്കുകയും ശ്രീനാരായണ ഗുരു സവർണാധിപത്യത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. അടുത്ത നോക്കിയോ നിങ്ങൾ, 5-ാമത്തത്, സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ അയ്യങ്കാളി നടത്തിയ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? അയ്യങ്കാളിയുടെ പ്രവർത്തനത്തെ പറ്റിയാണ് അടുത്തത് പറയുന്നത്. കേരള സമൂഹത്തിൽ നടമാടിയിരുന്ന അയിത്തത്തിനെതിരെ
സമൂഹത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സമൂഹത്തിൽ ശക്തമായിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ അധസ്ഥിതരുടെ ഇടയിൽ നിന്ന് ആദ്യം ഉയർന്ന സ്വരം അയ്യങ്കാളിയുടേതായിരുന്നു. തിരുവിതാംകൂർ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അദ്ദേഹമാണ്. കാളവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിച്ചു. അന്ന് കാളവണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ വലിയ ഇപ്പോഴത്തെ നമ്മളെ കാറും ബസ്സും ഒന്നുമില്ല. അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ, കാളവണ്ടിയൊക്കെ ഉള്ളൂ. നോക്കിയേ, ഇപ്പോഴെന്താണ് അദ്ദേഹം കാളവണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിച്ചു. അയ്യങ്കാളി തങ്ങളുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ സവർണരുടെ പാടത്ത് പണിയെടുക്കുകയില്ലെന്ന് പ്രസ്താവിച്ചു. എന്താണ്, തങ്ങളുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ സവർണരുടെ പാടത്ത് താൻ പണിയെടുക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചു. കീഴാളത്തിന്റെ പ്രതീകമായിരുന്ന കല്ലുമാലയും ഇരുമ്പുമാലയും പൊട്ടിച്ചെറിയുവാൻ അദ്ദേഹം സ്ത്രീകളെ ആഹ്വാനം ചെയ്തു. ഇങ്ങനെ സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അടുത്ത നോക്കിക്കേ, കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിൽ ചാവറയച്ചന്റെ പ്രധാന സംഭാവനകൾ എന്തെല്ലാമാണ്? എന്താണ്, കേരള നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ എന്താണ് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. പുരോഹിതനായിരുന്ന അദ്ദേഹം സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയ ക്രാന്തദർശിയാണ് ചാവറയച്ചൻ. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടൊപ്പം നിലകൊണ്ട ചാവറയച്ചൻ അവർക്ക് വേണ്ടി പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ ഉച്ചക്കഞ്ഞി നൽകാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു പിടിയേരി സമ്പ്രദായം. എന്താണ് അദ്ദേഹം പിടിയേരി സമ്പ്രദായമാണ് അദ്ദേഹം നൽകിയ പിടിയേരി സമ്പ്രദായം. കേരളത്തിലെ ആദ്യത്തെ ആതുരാലയത്തിന് തുടക്കം കുറിച്ചതും ചാവറയച്ചനായിരുന്നു. അദ്ദേഹമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ എന്തിനു വേണ്ടിയിട്ട് ആദ്യത്തെ ആതുരാലയം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചതും ആരായിരുന്നു? ചാവറയച്ചനായിരുന്നു. അടുത്ത നോക്കിക്കേ, ഇനി നമുക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന പഠന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആൽബം, അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളിൽ നിങ്ങളെ താൻ. ഇതിനെയൊക്കെ എന്താണ് പ്രതികരണം ചെയ്യാൻ ഒരുങ്ങുമോ? പതിതിരെ നിങ്ങൾ തന്നെ നെൽമുല്ലക്കാർ ചങ്ങമ്പുഴയുടെ കഥയാണ്. അടുത്ത നോക്കിയ മഹായാനം. മഹായാനം എന്താണ്? അടുത്ത പാഠഭാഗമാണ് മക്കളെ. എന്താണ് മഹായാനം? മഹായാനം എന്താണ്? മഹായാനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ആ വെട്ടിപ്പിടുത്തങ്ങളെല്ലാം എന്താണ് അർത്ഥശൂന്യങ്ങളാണെന്ന് നമുക്ക് ഒടുവിൽ തിരിച്ചറിഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന രാജാവ് തന്റെ പശ്ചാത്താപവശമായ അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം ചർച്ച ചെയ്യുന്ന ഒരു പാഠഭാഗമാണിത് അല്ലേ. ചാണക്യൻ എന്ന മഹാതന്ത്രജ്ഞന്റെ കീഴിലായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യ നേടിയതും നിഷേധ്യമായി ഭരിച്ചതും. പക്ഷെ എന്താണ്, ആ പ്രകൃതി ദുരന്തങ്ങളും സാംക്രമിക രോഗങ്ങളും അദ്ദേഹത്തെ രാജ്യത്തെ ഒരുപോലെ തളർത്തി കളഞ്ഞു. ആ സുഖങ്ങൾ വെറും ജലമാരുതൻ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എന്താണ്, അദ്ദേഹം ആഹാരവും ജലപാനവും ഉപേക്ഷിച്ച് പ്രകൃതിയിൽ വിലയം കൊള്ളുന്ന ചന്ദ്രഗുപ്ത രാജാവിന്റെ ആ ഒരു ജീവിതാന്ത്യം ഹൃദയഭേദകമാണ്. ഭാരതത്തിൽ ജനിച്ച ഒരാൾക്ക് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയെ പ്രാപിക്കാൻ വേണ്ടി കഴിയും. ബുദ്ധ ജൈന മത ദർശനങ്ങളുടെ സ്വാധീനം അത്ര വലുതായിരുന്നു അക്കാലത്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ബുദ്ധ ജൈന മതത്തിന്റെ സ്വാധീനത്താലാണ് അദ്ദേഹത്തിന് ഒരു നല്ല മരണത്തിനുള്ള സാഹചര്യം ആയത്. എന്താണ് നമ്മൾ ഈ പഠിക്കുന്ന പാഠഭാഗങ്ങളിൽ പ്രശസ്ത നോവലിസ്റ്റ് ആയിട്ടുള്ള ജോസ് ആന്റണിയുടെ ക്ഷത്രിയം എന്ന നോവലിലെ അവസാന ഭാഗമാണിത്. എന്താണ്, മൗര്യ സാമ്രാജ്യത്തിന്റെ കാൽപ്പനികമായ വസ്തുനിഷ്ഠമായും സമീപിക്കുകയാണ്. ആ മൗര്യ സാമ്രാജ്യ ചരിത്രത്തെ എന്താണ് കാൽപ്പനികമായിട്ടും വസ്തുനിഷ്ഠമായിട്ടും സമീപിക്കുകയാണ് ഈ ഒരു നോവലിലൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക്
വെച്ചാൽ എന്താണ്? വെളുപ്പാൻ കാലം. അനുഗതം പിന്തുടരുന്നത്. ദക്ഷിണം തെക്കുഭാഗം. വിശ്വപ്രകൃതി പ്രപഞ്ചം. പ്രാണത്യാഗം ജീവനെ ത്യജിക്കൽ. പുരി പട്ടണം. തൃഷ്ണ തീവ്രമായ ആഗ്രഹം. പരമമായ ഏറ്റവും ഉയർന്ന. പൊരുൾ അർത്ഥം. ഹരിതം പച്ച. പ്രയാണം യാത്ര. ക്ഷുത്പിപാസ വിശപ്പും ദാഹവും. അടുത്ത നോക്കിക്കേ, സമാന പദങ്ങൾ നോക്കിക്കേ. ശ്വേതം ധവളം വെളുപ്പ്. ജ്ഞാനം അറിവ് വിജ്ഞാനം. പ്രാണൻ ജീവൻ ഉയർ. ചന്ദ്രൻ ശശാങ്കൻ. തിങ്കൾ ഇന്ദു അമ്പിളി. തൃണം പുല്ല് കാള. ആഗ്രഹം അഭിലാഷം മോഹം. ജാലം കൂട്ടം പറ്റം. വ്യാധി രോഗം പീഠ. അടുത്ത നോക്കിക്കേ, ഒറ്റപ്പദമാക്കുക. ഒരിക്കൽ കൂടി. ഒരിക്കലധികം കൂടി ഒരിക്കൽ കൂടി. ദർഭ അധികം കറ്റ ദർഭക്കറ്റ. ഒരു അധികം അവസ്ഥ ഒരവസ്ഥ. ഭോഗ അധികം ആസക്തി ഭോഗാസക്തി. ഭരണാധികാരി ഭരണാധികം അധികാരി ഭരണാധികാരി. നിർവ്വാണാവസ്ഥ നിർവ്വാണാധികം അവസ്ഥ. പുൽക്കൊടി പുൽ പ്ലസ് കൊടി. അടുത്ത വാക്യം പ്രയോഗിക്കാനുള്ള നോക്കിക്കേ. മഹാശൂന്യത. മാധവിക്കുട്ടിയുടെ മരണം സാഹിത്യത്തിന്റെ സർഗമേഖലയിൽ മഹാശൂന്യത സൃഷ്ടിച്ചു അല്ലേ? അടുത്ത മായാവലയം നോക്കിക്കേ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ട് ഞാൻ സ്വയം മറന്നിരുന്നു പോയി. അടുത്ത നോക്കിക്കേ, പ്രണമിക്കുക. ശ്രീനാരായണ ഗുരുവിനെ കാണാനെത്തിയ മഹാത്മാഗാന്ധി പാദങ്ങളിൽ തൊട്ട് അദ്ദേഹം പ്രണമിച്ചു. സർവനാശം. ഇനിയും നാം പരിസ്ഥിതി സംരക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ സർവനാശത്തിലേക്കുള്ള വഴി നാം തന്നെ തുറക്കുകയായിരിക്കും. പ്രാണത്യാഗം. എത്രയോ പേരുടെ പ്രാണത്യാഗത്തിന്റെ ഫലമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നാം നേടിയെടുത്തത്. അടുത്ത നോക്കിക്കേ, പൊരുളറിയുക. ചില ആളുകൾ പറയുന്നതിന് പൊരുളറിയാൻ പലവട്ടം ചിന്തിക്കേണ്ടി വരും. ഓക്കെ, അടുത്ത നോക്കിയേ, അച്ഛനമ്മമാർ മാതൃക എങ്ങനെയാണ്? അച്ഛനും അമ്മയും. രാപ്പകലുകൾ രാവും പകലും. ദിനരാത്രങ്ങൾ ദിനവും രാത്രിയും. സൂര്യചന്ദ്രന്മാർ സൂര്യനും ചന്ദ്രനും. അടുത്ത നോക്കിയാൽ നിങ്ങളെ ഉത്തരം എഴുതാനുള്ളത്, ചക്രവർത്തിയായി ചന്ദ്രഗുപ്ത മൗര്യൻ സന്യാസം സ്വീകരിക്കുവാൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? ചക്രവർത്തിയാകാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്നും ഭൂമി സ്വർഗമാക്കുമെന്നും അങ്ങനെ ഭൂമിയിലെ ഏറ്റവും നല്ല ഭരണാധികാരിയാകാമെന്നും ചന്ദ്രഗുപ്ത മൗര്യൻ കൊതിച്ചിരുന്നു. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു. അങ്ങനെ രാജ്യം സമ്പദ് സമൃദ്ധിയിലേക്ക് നീങ്ങി. അപ്പോഴാണ് വരൾച്ച ആരംഭിച്ചത്. വരൾച്ചയെ നേരിടാനായി ചന്ദ്രഗുപ്ത മൗര്യൻ പലതും ചെയ്തു. പക്ഷെ ഒന്നും ഫലപ്രദമായില്ല. നദികൾ വറ്റി, കൃഷികൾ നശിച്ചു. കുടിവെള്ളമില്ലാതെ മൃഗങ്ങളും മനുഷ്യരും ചത്തൊടുങ്ങി. മഴയ്ക്ക് വേണ്ടി പുരോഹിതന്മാർ പറഞ്ഞതൊക്കെ ചെയ്തു, ഹോമങ്ങളും ചെയ്തു. പക്ഷേ മഴ പെയ്തില്ലെന്ന് മാത്രമല്ല, രാജ്യത്ത് പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചു. തൻ്റെ പ്രയത്നങ്ങൾ ഓരോന്നായി നിഷ്ഫലമായപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന് കാര്യം മനസ്സിലായി. മനുഷ്യന് നേരിടാനും കഴിയുന്നതിന് പരിമിതികൾ ഉണ്ടെന്ന യാഥാർത്ഥ്യം. ചക്രവർത്തി എത്ര ശക്തനായാലും ഒരു ചാറ്റൽ മഴ പോലും പെയ്യിക്കുവാൻ അയാളെ കൊണ്ടാവുകയില്ലെന്ന സത്യം. ഒരു അധികാരത്തിനും ജനങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കുവാൻ ചന്ദ്രഗുപ്തൻ തീരുമാനിച്ചത്. രണ്ടാം ദിവസം നോക്കിയേ, കുന്നിൻ മുകളിൽ നിന്ന് ചന്ദ്രഗുപ്തൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? യോഗവിധി പ്രകാരം നിരാഹാരവ്രതം സ്വീകരിച്ച ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു ദിവസം ആശ്രമത്തിന് സമീപമുള്ള കുന്നിൻ മുകളിലേക്ക് പുറപ്പെട്ടു. ഈ മഹാപ്രപഞ്ചത്തെ കാണുന്നതിനായി കുന്നിൻ മുകളിലെത്തിയ അദ്ദേഹം 4 ദിക്കിലും നോക്കി. ചക്രവാളം മുട്ടെ നീണ്ടുകിടക്കുന്ന ഹരിത മലകൾ, പൂത്തിലഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, പക്ഷികളുടെ സംഗീതം മുതലായവയാണ് കുന്നിൻ മുകളിലെത്തിയ ചന്ദ്രഗുപ്തൻ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ. അടുത്ത നോക്കിക്കേ, മൂന്നാമത്തെ ദിവസം നോക്കിക്കേ, പരമമായ ജ്ഞാനം ആർജിച്ചവർക്ക് അത് സാധിക്കൂ. ഏതിന്? സന്യാസം
സ്വീകരിച്ച ചന്ദ്രഗുപ്തൻ മൗര്യൻ ഒരിക്കൽ ഗുരുവായ ഭദ്രബാഹുവിനോട് താൻ അടുത്ത ദിവസം മുതൽ ഭക്ഷണ വസ്തുക്കൾ ഉപേക്ഷിക്കുകയാണെന്നും അത് പൂർണ്ണമാകുമ്പോൾ ജലപാനവും ഉപേക്ഷിക്കുമെന്നും പറഞ്ഞു. അടുത്ത ദിവസം മുതൽ ചന്ദ്രഗുപ്തൻ യോഗവിധി പ്രകാരമുള്ള നിരാഹാരവ്രതം സ്വീകരിച്ചു. വെള്ളം മാത്രം കുടിച്ച് അനേകം ദിവസങ്ങൾ ആശ്രമത്തിൽ കഴിഞ്ഞു. ഇങ്ങനെ പ്രാണത്യാഗത്തിന് ഒരുങ്ങുന്ന സന്യാസിയെ സന്തോഷത്തോടെ യാത്രയാക്കണം. കാരണം ജീവിതത്തിന്റെ പൊരുളറിഞ്ഞവർക്ക് നിർവ്വാണം പ്രാപിക്കാനാവൂ. അത് എളുപ്പമല്ല. ജീവിതത്തിന്റെയും മരണത്തിന്റെയും പൊരുളറിയുന്നത് അനന്തമായ അന്വേഷണം ആവശ്യമാണ്. യോഗവിധി പ്രകാരമുള്ള പ്രാണത്യാഗം ആനന്ദം പ്രദാനം ചെയ്യും. ജീവിതത്തിൽ നിന്നുമുള്ള മോക്ഷപ്രാപ്തിയാണ് നിർവ്വാണം. പരമമായ ജ്ഞാനം ആർജിച്ചവർക്ക് നിർവ്വാണം സാധ്യമാവുകയുള്ളൂ. അടുത്ത നോക്കിക്കേ. കുന്നിൻ മുകളിൽ വെച്ച് ചന്ദ്രഗുപ്തൻ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശം എന്തായിരുന്നു? ഭൂമിയിലുള്ളതും സർവ്വതും ത്യജിക്കുന്നതാണ് ആനന്ദത്തിന്റെ മൂർധന്യാവസ്ഥ. വിശപ്പ്, ദാഹം, ചൂട്, തണുപ്പ് മുതലായവയിൽ നിന്നും തനിക്ക് മോചനം കിട്ടിയിരിക്കുന്നു. മനുഷ്യഭാവനയ്ക്ക് അതീതമായ ഒരു ലോകത്തേക്കാണ് താൻ ഉയരുകയെന്ന്. മനുഷ്യശൂന്യതയുടെ കവാടത്തിലാണ് ഞാൻ. ഈ അനുഭവമാണ് പരമമായ ജ്ഞാനം. തൃഷ്ണയിൽ നിന്ന് മനുഷ്യന് മുക്തി നേടണം. ഭൂമിയുടെ നാശത്തിന് പോലും മനുഷ്യന്റെ തൃഷ്ണ കാരണമാകാം. ഈ ഭൂമിയിൽ നമ്മൾ അതിഥികൾ മാത്രമാണ്. ഒരു പുൽക്കൊടിയും പുഴുവിനും ഉള്ളതിൽ കൂടുതൽ ഒരവകാശവും മനുഷ്യനില്ല. അതിനെതിരെയുള്ള പ്രവർത്തികൾ ഹിംസയാണ്. ജീവിതത്തെ എന്ന പോലെ മനുഷ്യൻ മരണത്തെയും സ്നേഹിക്കണം. ഇതായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ കുന്നിൻ മുകളിൽ വെച്ച് ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശം. ചന്ദ്രഗുപ്തനെ അസാമാന്യനായ ഒരു സന്യാസി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? നോക്കിയതിന്റെ ഉത്തരം. മഗധ എന്ന രാജ്യത്തിന്റെ ചക്രവർത്തി പദം ഉപേക്ഷിച്ചാണ് ചന്ദ്രഗുപ്തൻ സന്യാസിയാകാൻ പുറപ്പെട്ടത്. മറ്റുള്ളവരൊക്കെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നും സന്യാസം സ്വീകരിച്ചവരാണ്. എന്നാൽ ഒരിക്കൽ പോലും ആ ഭാവം അദ്ദേഹത്തിന് സന്യാസിമാരോട് കാണിച്ചിട്ടില്ല. മാത്രമല്ല, വേദന അനുഭവിക്കുന്നവരോട് വലിയ അനുഭാവവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ചന്ദ്രഗുപ്തൻ ഒരു മികച്ച ചക്രവർത്തിയായിരുന്നു. പാഠഭാഗത്തു നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക. ചന്ദ്രഗുപ്ത മൗര്യൻ മികച്ച ചക്രവർത്തിയായിരുന്നു. അനേക നാളത്തെ അധ്വാനവും പരിശ്രമവും കൊണ്ടാണ് അദ്ദേഹം ചക്രവർത്തിയായത്. ഭൂമിയിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയാകാനാണ് അദ്ദേഹം കൊതിച്ചത്. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു. പ്രജകൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. പക്ഷേ പ്രകൃതിയുടെ ചില വികൃതികൾ അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞുവെന്ന് തന്നെ പറയാം. ഓക്കെ, ഇത്രയും പാഠഭാഗമാണ്, ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമുക്കിതിൽ നിന്ന് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് പാഠഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും മാഡത്തിനെ വിളിക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.